മൂന്നാഴ്ച മുമ്പാണ് നമ്മൾ ഈ ഇലക്ഷൻ പ്രൊഡിക്ഷനൊക്കെ ആയിട്ട് ഈ CP റാഷിദിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതാ എൻ്റെ ഈ ഫോൺ കാണാൻ നമുക്ക് 102 സീറ്റ് UDF. ഇത് അച്ചട്ടായിരിക്കുകയാണ് CP റാഷിദിൻ്റെ ഈ പ്രവചനം. അപ്പം CP റാഷിദ് ഇപ്പോൾ നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. റാഷിദ് നമസ്കാരം. നമസ്കാരം. ഈ ഭയങ്കര സംഭവം കേട്ടോ, നിങ്ങൾ 102 സീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടുക് മണി വ്യത്യാസമില്ലാതെ. ഇത് എന്താ സംഭവം? എന്താ? ഞാനല്ല, ജനമാണ് സംഭവം. അവരാണ് ഈ രീതിയിൽ വിധി എഴുതിയത്. അത് വായിക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഇത്ര കൃത്യത്തിലേക്ക് നിങ്ങൾ എന്തൊക്കെ ടാക്ടിക്സുകളാണ് ഉപയോഗിച്ചത്? പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ആളുകളെ വോട്ടിൻ്റെ ഒരു കണക്കെടുപ്പിൽ നമ്പറുകളേക്കാൾ അതിൻ്റെ ശതമാനത്തിലാണ് പ്രാധാന്യം. അത് പ്രത്യേകിച്ച് കാരണം എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ ഒരു മൈൻഡാണ്. ഒരു വലിയ രീതിയിലുള്ളൊരു നമ്പർ ആൾക്കാരുടെ മൂവ്മെൻറ്റ്സാണ് നമ്മൾ ഇതിനെ മാനദണ്ഡമാക്കുന്നത്, അവരുടെ പൊളിറ്റിക്കൽ മൂവ്. അപ്പോൾ അത് എപ്പോഴും പെർസെൻറ്റേജിലാണ് ആ മൈൻഡ് കണക്റ്റ് ആവുക എന്നുള്ളതൊരു വിശ്വാസം എനിക്കുണ്ട്. രണ്ടാമത്, ഇത് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആണോ എന്നുള്ള ചോദ്യമാണ്. സയൻറ്റിഫിക് ആണോ എന്നുള്ളതിൽ ഗണിതത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പഴയ ഇലക്ഷൻ ഹിസ്റ്ററികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നിർബന്ധമാണ്. പ്ലെയിനായിട്ടൊരു പുതിയൊരു മണ്ഡലമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ കിട്ടിയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് സാമ്പിൾ സൈസ് നമ്മൾ എടുക്കണം, കൃത്യമായ സാമ്പിൾ സൈസ് തന്നെ വേണം സർവേ ടീംസ് ചെയ്യും പോലെ. അങ്ങനെ ആകുമ്പോൾ ഈ ഹിസ്റ്ററികളും ഇലക്ഷൻ്റെ പഴയകാല ചരിത്രത്തിൽ നിന്നുള്ള കിട്ടുന്ന കണക്കുകൾ നമുക്ക് ആവശ്യമാണ്. ആ കണക്കുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതൊരു ശാസ്ത്രീയമായ ഒരു ഏരിയ ഉണ്ട്. എന്നാൽ അതും കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നിഗമനം എന്നുള്ളത് നമ്മളിൽ മാത്രം അധിഷ്ഠിതമായ ഒരു ബ്ലാങ്കായ ഏരിയയാണ്. ആ ഏരിയയിലെത്തുമ്പോൾ നമ്മൾ ഏകനാണ്. അവിടെ നമ്മുടെ ബോധ്യങ്ങൾ, മുൻകാല അനുഭവങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ ഒരു നമ്പറിലേക്ക് എത്തപ്പെടും. ആ നമ്പറുകളാണ് കൃത്യമായി വരുന്നത് എന്നുള്ളതാണ് 18 തെരഞ്ഞെടുപ്പുകളിൽ എൻ്റെ അനുഭവം. ഇപ്പം നമ്മൾ 102 എന്നൊക്കെ പറഞ്ഞപ്പോഴേ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ താങ്കൾക്കെതിരെ വന്നിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. അപ്പോൾ ആ ഹാൻഡിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ, അല്ലെ സൈലൻ്റ് ആണോ? അവർ പരിപൂർണമായ സൈലൻ്റ് ആണ്. അവർ ഒരർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സൈബർ ആക്രമണം ഞാനത് അത്ര വലിയ രീതിയിൽ എടുക്കുന്നില്ലെങ്കിലും ചെയ്യുന്നതിൽ വലിയ അനീതിയുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ ഒരു പ്രചരണ ഘട്ടത്തിലോ വോട്ടിംഗ് ഡേയിലോ ആണ് ഞാൻ ഇത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. മനുഷ്യരാകെ വോട്ട് ചെയ്തതിന് ശേഷം 5 മണിക്ക് ശേഷം പ്രഡിക്ഷൻ നടത്താൻ പോലും ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നുള്ള രീതിയിൽ അവരെ തിട്ടൂരനുസരിച്ച് നമ്മൾ നിന്നു കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ ധിക്കാരത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അത് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ സൈബർ ഇടത്തിൽ പൂണ്ട് വിളയാടിയ ആളുകൾ തിരിച്ചറിയണം, ഈ നാടിൻ്റെ ഒരു ജനവിധിയെ അവർ മാനിക്കണം. അവരിൽ പലരും, പ്രത്യേകിച്ച് അതിൽ ഇടത്തിൻ്റെ പ്രൊഫൈലുകൾ, നല്ല രീതിയിൽ രാഷ്ട്രീയം പറയുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. നല്ല രീതിയിൽ അഭിപ്രായം തെറ്റിപ്പോവും, മീൻസ് അവർ ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ ബോധ്യം വെച്ച് വലിയ രീതിയിൽ പ്രതികരിക്കും. എന്നിരുന്നാലും സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ശരിക്കും ഈ 10 വർഷത്തിന് ശേഷം എന്തായാലും ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ള സമ്പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു CPM-ഉം LDF നേതൃത്വവും. ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന സാധനമേ ഇല്ല എന്നായിരുന്നു അവരുടെ ഒരു അഭിപ്രായം. ശരിക്ക് റാഷിദിൻ്റെ അഭിപ്രായത്തിൽ എവിടെയാണ് പാളിയത്? പിഴവുകൾ മാത്രമായിരുന്നു വലിയ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത്. പിന്നെ ആ തരത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരുപക്ഷെ അവരുടെ മനുഷ്യരുടെ ബോധ്യങ്ങളുടെ, എൻ്റെ ബോധ്യങ്ങൾ പോലെ അങ്ങേയുടേതാവണമെന്നില്ല, ആരുടേതും സമാനമാവണമെന്നില്ല, എല്ലാം വ്യത്യസ്തമായിരിക്കും. ആ അർത്ഥത്തിൽ അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, അവർ കാണുന്ന ആൾക്കൂട്ടം, അവരുടെ സംവിധാനം എല്ലാ കാലത്തെ പോലെ ആക്റ്റീവാണ് എന്നുള്ള ബോധ്യങ്ങളിൽ നിന്ന് പറയുന്നതാവാം. അതല്ലാതെ അണികളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറയുന്നതാവാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമായിരുന്നു ഈ നാട്ടിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ. നമ്മൾ മനുഷ്യരോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു മനുഷ്യന് പറ്റുന്ന രീതിയിൽ പരിചയപ്പെടുന്ന ആളുകളോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവർ പതിയെ അവരിലേക്ക് നമ്മൾ മനസ്സ് തുറപ്പിക്കും, നമ്മുടെ അടുത്ത് കിട്ടുന്ന ഒരു മനുഷ്യന് പുതുതായിട്ട്. അതല്ലാതെ നമുക്ക് ചില കൃത്യമായ സാമ്പിൾ സൈസുകളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാവാം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചെറിയ ഏരിയ അല്ല. അതിൽ സൈബർ കമൻറ്റുകളായിട്ടും മറ്റും നടത്തുന്ന ആളുകളെ, ക്വാളിറ്റിയുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും. അവരോട് നമ്മൾ മെസ്സഞ്ചറിൽ സംസാരിക്കും, വാട്സപ്പിൽ സംസാരിക്കും. ആ രീതിയിലുള്ള ശ്രമങ്ങൾ അവിടെയും നടത്തുന്നുണ്ട്. അപ്പോൾ സാമ്പിളുകൾ ഒരു അർത്ഥത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ നമ്മളിപ്പോൾ സർവേ ടീം പറയും പോലെ 30,000, 50,000, 1 ലക്ഷം ഒന്നും പറയാനുള്ള നമ്പറുകളൊന്നും നമ്മളെടുത്തില്ല. നമുക്ക് ആവശ്യമായ സാമ്പിളുകൾ കിട്ടുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഈ സൈബറിൽ സംഘടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളാണ്. അവരവരുടെ രാഷ്ട്രീയവും അവരുടെ താല്പര്യങ്ങളും, പല തരത്തിലുള്ള താല്പര്യങ്ങളും, പിന്നെ അധികാരം തുടർച്ചയായി 10-ാം വർഷത്തിലെത്തുമ്പോൾ അധികാരത്തിൻ്റെ രുചി, അതിൽ സാധ്യതകൾ തേടുന്ന ആളുകൾ, ഇത്തരം ആളുകളൊക്കെ അത് സൈബറിലുള്ള നമ്മൾ കാണാൻ അറിയത്തുള്ള ആളുകളല്ല, വിസിബിളായ ആളുകൾ പലരും. അത് സൈബർ അറ്റാക്ക് അല്ലെങ്കിലും അവരൊക്കെ കൂടി നയിച്ചതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി, ഈ രീതിയിലേക്ക് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തപ്പെട്ടത് എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എവിടെയായിരിക്കും ശരിക്കും അവർക്ക് പാളിയിട്ടുണ്ടാവും? എവിടെയായിരിക്കും പാളിയത്? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച ആളുകൾക്ക് ഒരു രാഷ്ട്രീയ ബോധ്യം ഉണ്ടായിരുന്നു, ഈ നാടിനെ കാത്ത് സംരക്ഷിക്കും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങളോട് കരുണയോട് കൂടി പെരുമാറും എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിരുന്നു ഒന്നാം ഭരണകൂടം എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. നമുക്ക് നാടിനാകെ ഒരു വലിയ അളവിൽ ഉണ്ടായിരുന്നു. അന്നും നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 96 മുതൽ 104 വരെ ക്യാപ്റ്റൻ തിരിച്ചു വരുമെന്ന് ക്യാപ്റ്റനോട് കൂടി ഞാനന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ ഫീൽ കിട്ടിയില്ല. പലതരത്തിലുള്ള ചോദ്യങ്ങളോടുള്ള അവസാന ലാപ്പിൽ പോലും നടത്തിയ പ്രതികരണങ്ങൾ വിട്ടുപോയി ചോദിക്കൂ എന്നുള്ള രീതിയിലൊക്കെ പ്രതികരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് എത്രത്തോളം ജനം സ്വീകരിക്കും എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടത്. വലിയൊരു തയ്യാറെടുപ്പ് തന്നെ നിങ്ങൾ വെറുതെ തമാശയൊക്കെ പറയുന്നില്ലല്ലോ, വലിയൊരു തയ്യാറെടുപ്പ് തന്നെ നിങ്ങളെ ഇതിന് നടത്തലുണ്ടോ? അങ്ങനെ അതിൻ്റെ ഒരു അതുണ്ട്. അത് എന്നെ നേരിട്ട് അറിയാവുന്ന എൻ്റെ വീട്ടുകാർക്കറിയാം അതിൻ്റെ ഒരു എഫേർട്ട് ആ രീതിയിലുണ്ട്. അത് പലപ്പോഴും അതർ സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഒരു ദിവസത്തിൻ്റെ 10-12 മണിക്കൂറൊക്കെ വാർത്തകളിലേക്ക് തന്നെ പോകും. അത് ന്യൂസ് ചാനലുകളും ഈ കാലത്ത് യൂട്യൂബിലൊക്കെ ഉള്ള നല്ല റീച്ചുള്ള നല്ല രീതിയിൽ ആ നാടുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്ന കുറേ സീനിയർ ജേർണലിസ്റ്റുകളുണ്ട്. ഹിന്ദി ചാനലുകളൊക്കെ നടത്തുന്ന, യൂട്യൂബിൽ നടത്തുന്ന രീതിയിലുള്ള അവരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. അതിലൊക്കെ അവർ പറയുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് തീർക്കും. അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കും. ഇതിനൊക്കെ ബിസിനസ് സംഭവങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു ടൈം കണ്ടെത്തുന്നത്? എങ്ങനെയാണ്? അതിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ യാത്രക്കിടയിൽ നമ്മുടെ സമയം അത് യാത്രയിലാകുമ്പോൾ നമ്മൾ സ്വതന്ത്രമായി പലപ്പോഴും ഞാൻ തനിച്ചായിരിക്കും. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ വാർത്തകളിലേക്കാണ് കൂടുതൽ സമയം കണ്ടെത്തുക. മറ്റുള്ളവർ പാട്ടും കാര്യം ഒരു തരത്തിൽ ഞാൻ ഒരു ന്യൂസ് അഡിക്റ്റ് പേഴ്സൺ ആണ്. ജനത്തിനെ മറക്കരുത് എന്നുള്ളതാണ്. ജനം നമ്മുടെ വിരൽ നമ്മൾ അടയാളപ്പെടുന്ന മഷിയാണ് അവരുടെ സിംഹാസനങ്ങൾ തീർക്കുന്നത് എന്ന ബോധ്യം ഏതൊരു ഭരണാധികാരിയും അവസാന നാളുകളിൽ വരെ കാത്തു സൂക്ഷിച്ചാൽ ആ ഭരണാധികാരിക്ക് ജനത്തോട് പുച്ഛം കലർന്ന ഭാവം വരില്ല. ജനമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ പ്രതികരിക്കില്ല. ജനത്തോടൊപ്പം ഇഴുകിച്ചേർന്ന് ഭരണം നടത്താനുള്ള ഒരുപാട് അവസരങ്ങൾ ആ ഭരണാധികാരിക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്താതെ കിട്ടിയ അവസരം ഇനി 5 വർഷത്തിനപ്പുറമല്ലേ എന്നുള്ള ചിന്തയിൽ നിന്ന് അതിനപ്പുറം സ്വജനപക്ഷപാതത്തിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങിയാൽ മനുഷ്യർ തിരിഞ്ഞു കുത്തും. പ്രതിപക്ഷം രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യം ഏറെയാണ്. അത് ഒരുപക്ഷെ വരുന്ന ആളുകളിൽ അവർക്ക് പ്രൂവ് ചെയ്യപ്പെടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കേണ്ടത് അത് കേവലമായ ഒരു പ്രതിപക്ഷ നേതാവല്ല. എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സകല മനുഷ്യർക്കും കഴിയും. എന്നാൽ ഭരണപക്ഷത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ ഈ ഭരണാധികാരികൾക്ക് മാത്രമേ കഴിയുള്ളൂ. അവരത് ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുന്നതിന് ഞാനും നിങ്ങളും അടക്കമുള്ള ഈ നാട്ടിലെ സകല മനുഷ്യർ പ്രതികരിക്കും. അതല്ല ജനാധിപത്യം. അതിനിടയിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതും നമ്മളെ തെരുവിളിക്കുന്നതും അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പരിധി കടക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പലപ്പോഴും ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല. മുമ്പൊക്കെ നോക്കാറുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ മറുപടി കൊടുക്കലുണ്ടോ? ഇങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുമല്ലോ. ചിലതിന് കൊടുക്കും, ചിലത് ശ്രദ്ധയിൽപ്പെടും. നമ്മൾ കൊടുക്കുമല്ലോ, സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കും. പക്ഷേ ആ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അവർ പ്രതികരിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള അതിഭീകരമായ സാധനങ്ങളോട് ഞാൻ പ്രതികരിക്കാറില്ല. അത് വിട്ട് ഏതായാലും അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു.